ഇന്നലെ കുറച്ച് മാക്സി ബിറ്റ് സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ രാവിലെ തന്നെയുള്ള പരിപാടി. കാരണം അത് പിന്നെ സെയിലായത് നമുക്ക് ഇതിന്ന് ഡിലീറ്റ് ആക്കും വേണം, എന്നിട്ട് ബാക്കി അതിൻ്റെ കൂടെ ഉള്ളത് ആഡ് ചെയ്യും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെയും ചോദിക്കുമ്പോൾ നമുക്ക് 2-3 ദിവസമൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവും കേട്ടോ ഇന്ന മെറ്റീരിയൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നുള്ളത്. പക്ഷേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോകും. അപ്പം അത് ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില തിരക്കുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് വിട്ടുപോകും, അല്ലെങ്കിൽ പിന്നെ സെയിലായത് അതിൽ ഡിലീറ്റ് ചെയ്യാനും വിട്ടുപോകാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഉള്ള പരിപാടി ഇതാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ചോദിക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇതൊക്കെ വരുന്നത് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബ്ലൂ ഉണ്ടല്ലോ, ചെറിയ പ്രിൻറ്റും അജ്രക്കിൻ്റെ വലിയ പ്രിൻറ്റും ആയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിത് പിന്നെ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ അതായത് എൻ്റെ ഫോട്ടോ എടുക്കാൻ എനിക്ക് വിട്ടുപോയി. അപ്പോൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെ ചെറിയ പ്രിൻറ്റ് വരുന്നത് രണ്ടും കൂടി ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഫോട്ടോ എടുത്തില്ല. എന്നോട് എല്ലാവരും ചോദിക്കട്ടോ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്, ഈ മാക്സി ബിറ്റ് സെയിൽ ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് പഠിച്ചൊരു സമയത്ത് നമ്മളിങ്ങനെ എന്ത് തുണി കിട്ടിയാലും നമുക്ക് കട്ട് ചെയ്ത് അടിച്ച് പഠിക്കാനുള്ളൊരു ത്വര കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഉമ്മൻ്റെ സാരിയൊക്കെ എടുക്കും. പക്ഷേ സാരി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഒലിഞ്ഞ് കളിക്കുന്ന ജോർജറ്റ് ടൈപ്പൊക്കെ ആണല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും. നെക്കൊക്കെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു കോർണർ തെറ്റിയാൽ മതി നെക്കിൻ്റെത്. അപ്പം ഒരു നീറ്റില്ലാത്ത പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അന്നേരമൊക്കെ ഷോപ്പിൽ പോയിട്ട് ഈ മാക്സി ബിറ്റ് ഇങ്ങനത്തെ ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്. അന്നേരം ഒരു 7 വർഷം മുമ്പാണ്. അപ്പോൾ പോയി ചോദിക്കുക. അന്നേരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കംപ്ലീറ്റ് ഉള്ളത് പഴയ മോഡലാണ് കേട്ടോ. കുറേ ഇലയും വള്ളിയും പുള്ളിയും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ എന്നുണ്ടെങ്കിൽ പൊടിവാരി ഒന്നായിട്ട് നാശമായിട്ടുണ്ടോ, ഒരു 5-6 പീസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അന്നേ വിചാരിക്കാറുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അധികം കൂടുതൽ ടോപ്പും പിന്നെ എന്തെങ്കിലും ഒരു പാൻറ്റ് ഒരു ഷോൾ അങ്ങനെയൊക്കെ ആണല്ലോ കേട്ടോ. അപ്പം അതിനിത് നല്ല ഈ മാക്സി ബിറ്റ് കോട്ടൻ്റെതുമാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കുറേ എടുക്കണം അന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ ഇത് സെയിലുണ്ട്, ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. പിന്നാണ് മനസ്സിലായത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അന്നങ്ങനെ തോന്നിയതുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സെയിൽ ചെയ്യാനായി. ഇപ്പോഴാണ് ചെടിയൊക്കെ ഉണങ്ങി കിടക്കുക. ഞാൻ ഇന്നലെ മിനിയാന്ന് ഒക്കെ നനക്കാൻ മറന്നു വെച്ചിട്ടുണ്ട്. കുറച്ച് ബിസി ആയിപ്പോൾ ഇവിടെ ഇല്ലേ. പിന്നെ അതിനൊക്കെ വെള്ളം നനച്ചു. പിന്നെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടെടുപ്പത്തുണ്ട്. പുട്ടൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഈസി മേക്കിംഗ് ആണല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ